ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. മീൻ വറുത്തത്. ഇന്ന് ഒരു സ്പെഷ്യൽ മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കരിമീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് അത് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ 2 മീൻ എടുത്തിട്ട് ഇതേപോലെ വരട്ട് കൊടുക്കുക, മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇനി അതിലേക്കുള്ള മസാല പുരട്ടാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. വെള്ളം എടുക്കുന്നില്ല, അതിന് പകരം ഈ വാളൻപുളിയുടെ നീരാണ് എടുക്കുന്നത്. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ ഒക്കെ പകുതി കാൽഭാഗമൊക്കെ മതി, കാരണം നമ്മൾ ആകെ 2 മീനല്ലേ ഇവിടെ വറുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ കാൽഭാഗമൊക്കെ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ആ പുളിയുടെ വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് നമ്മൾ മീനിലൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വേണ്ടത് ആ ഒരു ഇതിലെടുത്താൽ മതി. നല്ല കട്ടിയാവരുത്, നല്ല ലൂസും ആവരുത്. മീനിൽ പുരട്ടാൻ പറ്റുന്ന ഒരു പാകത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീനിലൊന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. മീനിൽ പുരട്ടി കൊടുക്കുന്ന ടൈമിൽ എല്ലാ സൈഡിലേക്കും ആവണം കേട്ടോ. വാൽഭാഗത്തേക്കും തലഭാഗത്തേക്കും പിന്നെ ആ ചെകിളയുടെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് മസാല വരണം, എങ്കിൽ മീൻ കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ബാക്ക് സൈഡിൽ അതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീനും നന്നായിട്ട് മസാല പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. എപ്പോഴും നമ്മൾ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, മസാലയൊക്കെ ഒന്ന് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ ഇത് വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മസാല പിടിക്കാൻ വേണ്ടി വെച്ച മീനാണ്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഫ്രൈ പാനാണ് ഗ്യാസിൽ വെച്ചത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഓയിലും വറുത്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 2 മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മീനിൻ്റെ ഒരു സൈഡ് ആയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. വെറുതെ ഇങ്ങനെ മറിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ അതിലെ മസാലയൊക്കെ ഇളകിയിട്ട് ഓയിലിലേക്ക് ഒന്നിച്ച് പോവേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഒരു സൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അടുത്ത സൈഡും കൂടി ഇതേപോലെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരാനായിട്ട്. 2 സൈഡും ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. കരിമീൻ വറുത്തത് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ആ പുളിയൊക്കെ ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു ചെറിയ പുളിയൊക്കെ വരുമ്പോൾ മീനൊരു നല്ല ടേസ്റ്റാണ്. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ കരിമീൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ മീനോ വലിയ മീനോ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.